ആകാംക്ഷയോടെ ഗായത്രിയെ നോക്കി. ഗായത്രി ഇല്ലാന്ന് തലാട്ടിയതും മാളു ദേഷ്യപ്പെട്ടു. ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ ഓരോന്ന് കാട്ടിക്കൂട്ടി ഇവിടെ എത്തിച്ചിട്ട് ഇനി മിണ്ടാൻ പേടി. എനിക്ക് പേടി തോന്നുവാടി. അടുത്തു ചെല്ലുമ്പോൾ തന്നെ നീ പണ്ട് ഇഷ്ടം പറയാൻ നടക്കുന്ന ഗായത്രി അല്ല, അങ്ങേരുടെ ഭാര്യയാണ്. പിന്നെ നിനക്ക് ബോധം ഇല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ എല്ലാം കഴിഞ്ഞു. ഇനി എന്താ പേടി? അതാണ് പേടി. കാണുമ്പോൾ തന്നെ ചമ്മൽ. ഞാനപ്പോൾ എന്തൊക്കെയോ പറഞ്ഞത് എന്നൊന്നും അറിയില്ലല്ലോ. അല്ല, നിന്റെ കെട്ടിനൊന്നും മിണ്ടാൻ വന്നില്ലേ? ഇല്ല, ഞാൻ ഇന്നലെ ദേഷ്യപ്പെട്ടില്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. മാളു എന്തോ ആലോചിച്ചുകൊണ്ട് ഗായത്രിയെ ഭയച്ചുകൊണ്ട് അവളുടെ മുറിയിൽ മുന്നിൽ പോയി നിന്നു. എന്നിട്ട് അവളുടെ മുടിയിൽ നിന്നും മുണ്ട് അയച്ചു മൂടി എല്ലാം ശരിയാക്കി കൊടുത്തു. ഗായത്രി മാളു എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ സ്വന്തം വിട്ടു നിന്നു. മാളു അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ചായ എടുത്തു ഗായത്രിയെ കയ്യിൽ കൊടുത്തു. പോയി ഏട്ടന് കൊടുക്കൂ. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഇന്ന് ലീവ് എടുക്കാൻ പറ. ഞാൻ പറഞ്ഞാൽ എന്തിനാ ലീവ്? അതൊക്കെ ഉണ്ട്. നീ പോയി എങ്ങനെയെങ്കിലും ലീവ് എടുപ്പിക്ക്. നീ പറഞ്ഞാൽ എന്തായാലും കേൾക്കും. ഗായത്രി മടിച്ചു പോകാൻ നിന്നതും മാളു അവളെ പിടിച്ചു നിർത്തി. അവളുടെ സാരി വയറുഭാഗത്തു നിന്നും താഴ്ത്തി. ഇതെന്താടി കാണിക്കുന്നേ? രാവിലെ കെട്ടിയവൻ്റെ അടുത്ത് ഇങ്ങനെ ഹോട്ടായിട്ട് വേണം പോകാൻ. മാളു പറഞ്ഞതുപോലെ ഗായത്രി മുറിയിൽ കയറി. അർജുൻ എഴുന്നേറ്റിരുന്നു. ബാത്റൂമിൽ ആണെന്ന് കണ്ടതും ഗായത്രി ചായ മേശയിൽ വെച്ചു. ഷെൽഫിൽ നിന്നും അവനിടാനുള്ള ഡ്രസ്സ് എടുത്ത് ബെഡിൽ വെക്കുമ്പോഴാണ് അർജുൻ ബാത്റൂമിൽ നിന്നും വന്നത്. തോർത്ത് മാത്രം ചുറ്റി ദേഹത്ത് വെള്ളത്തുള്ളികളോടെ വരുന്ന അർജുനെ കണ്ടു. ഗായത്രി വേഗം തിരിഞ്ഞു നിന്നു. ഗായത്രിയെ അവിടെ പ്രതീക്ഷിക്കാതിരുന്ന അർജുനും ഞെട്ടി. പിന്നെ വേഗം മുണ്ടെടുത്ത്. എന്താടി തിരിഞ്ഞു നിൽക്കുന്നത്? കണ്ടാൽ തോന്നും ഒന്നും കണ്ടിട്ടില്ല എന്ന്. അതിന് ഞാനൊന്നും കണ്ടില്ലല്ലോ. ഇനി ഒന്നും കാണാനും കാണിക്കാനും ഇല്ല എൻ്റെ മോളെ. എല്ലാം കഴിഞ്ഞു. അർജുൻ അത് പറഞ്ഞതും ഗായത്രിയെ ചെരിഞ്ഞു നോക്കി. ഗായത്രി നിന്ന് പതറുന്നു കണ്ടു. അർജുൻ അവളുടെ അടുത്ത് പോയി നിന്നു. എന്താ നിനക്ക്? അത് ഇവിടെ എവിടെയാ അമ്പലമുള്ളത്? ഇവിടെ അടുത്ത് ചെറിയ കോവിലുണ്ട്. എന്തേ? എനിക്കൊന്ന് പോകണം. അമ്മയും മാളുമില്ലേ? വൈകുന്നേരം പോയിക്കോ. അതല്ല, എനിക്ക് ഏട്ടൻ്റെ കൂടെ പോവാൻ. ആരുടെ കൂടെ? അർജുൻ അറിയാത്തതുപോലെ ചോദിച്ചു. ഗായത്രി ചിരിച്ചുകൊണ്ട് തല കൊണ്ട് അർജുന് നേരെ ആക്ഷൻ കാണിച്ചു. അർജുൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. എന്താ മോളെ ഗായത്രി? ഞാൻ ഇന്നലെ മുതൽ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഫോൺ വിളിക്കുന്നു. ഞാൻ വന്നപ്പോൾ മുതൽ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ വരണം എന്ന് പറയുന്നു. ഏട്ടൻ എന്നൊക്കെ വിളിക്കുന്നു. എന്താണ്, പഴയ പോലെ പ്രേമിക്കാൻ തുടങ്ങിയോ? ഗായത്രി ചിരിച്ചുകൊണ്ടു അവൻ്റെ നെഞ്ചിൽ കിടന്നു. അവൻ അവളെ അടർത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് വീണ്ടും നോക്കി. ഗായത്രി നാണത്താൽ സമതായത്. പറയടി. ഇപ്പോൾ പറയില്ല, സമയമാവട്ടെ. എടി, ഇതാണ് ബെസ്റ്റ് ടൈം. ഇപ്പോൾ പറഞ്ഞാൽ ഇന്ന് ലീവ് എടുത്ത് അപ്പോൾ തന്നെ നമുക്ക് ആഘോഷിക്കാമല്ലോ. എന്ത് ഫസ്റ്റ് നൈറ്റ്? ഗായത്രി അവനെ തള്ളി മാറ്റി പോകാൻ നിന്നു. അർജുൻ അവളെ ചുമരിൽ ചേർത്ത് നിർത്തി. രണ്ടു കൈയും പിടിച്ചു വെച്ചു. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ മടി തോന്നി. മുഖത്തേക്ക് നോക്കടി. ഗായത്രി അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം ഉണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നടക്കുന്നോറും അവൾക്ക് സ്വയം നഷ്ടമാവുന്നത് പോലെ തോന്നി. തന്നിലേക്ക് അടുക്കുന്ന അവൻ്റെ അതിരങ്ങളെ പുൽകാൻ അവളും കുതിച്ചു. എന്താണ്, പകൽക്കിനാവ് കാണുവാണോ? അർജുൻ ചോദിച്ചപ്പോൾ ആണ് താൻ ഇത്രയും നേരം സ്വപ്നത്തിലായിരുന്നു എന്ന് ഗായത്രിക്ക് ബോധം വന്നത്. ഗായത്രി നോക്കുമ്പോൾ അർജുൻ ഓഫീസിൽ പോവാൻ റെഡിയായിരുന്നു. എങ്ങനെയാണെന്ന് അവൻ മടിച്ചു നിൽക്കുന്ന ഗായത്രിയെ കണ്ട് അർജുൻ നോക്കി നിന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. സുഖമില്ലേ? അവൻ്റെ ചോദ്യം കേട്ട് അതിൽ തന്നെ പിടിക്കാമെന്ന് കരുതി ഗായത്രി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്താ അറിയില്ല, പനി വരാനാണെന്ന് തോന്നുന്നു. എന്നാ വേഗം റെഡിയാവും, ഹോസ്പിറ്റലിൽ പോവാം. അർജുൻ അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി പറഞ്ഞു. ഗായത്രി അതനുസരിച്ച് റെഡിയായി. വാസുകിയോട് പറഞ്ഞ് അവർ ഒരുമിച്ചിറങ്ങി. മാളു ഗായത്രിയെ നോക്കിയൊക്കെ നിന്ന് കാണിച്ചു. ആശുപത്രിയിൽ നിന്ന് ഗായത്രിയെ ഡോക്ടറെ കാണിച്ചു. ഒരു കുഴപ്പം ഇല്ലാതെ ഡോക്ടറെ കാണാൻ പോയതിൽ അവൾക്ക് പേടിയുണ്ടായിരുന്നു. അർജുൻ വെപ്രാളത്തോടെ ഇരിക്കുന്നത് കണ്ടു ഗായത്രിക്ക് സന്തോഷം തോന്നി. അവൻ്റെ ഹൃദയത്തിൽ അത്രയും സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വൈകിയതിൽ സങ്കടവും. തിരിച്ചു പോകുമ്പോൾ അർജുനോട് തുറന്നു സംസാരിക്കണം എന്ന് അവൾ കരുതി. എന്നാൽ അവളുടെ കണക്ക് കൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് അർജുന് ഓഫീസിൽ നിന്നും കാൾ വന്നു. ജോണിനെ വിളിച്ചു വരുത്തി ഗായത്രിയെ വീട്ടിൽ കൊണ്ടുവിടാൻ ഏൽപ്പിച്ചു. അർജുൻ പോയി. ഗായത്രിക്ക് നല്ല സങ്കടം വന്നു. മാളുവിനോട് എല്ലാം പറഞ്ഞപ്പോൾ അവൾക്കും സങ്കടം തോന്നി. എന്തെങ്കിലും വഴി കാണാം എന്ന് പറഞ്ഞ് മാളു അവളെ സമാധാനിപ്പിച്ചു. അർജുൻ ജോലി കഴിഞ്ഞു വരുന്നത് വരെ ഗായത്രിക്ക് ഒരുതരം പരിഭ്രാന്തി പോലെ തോന്നി. ഏതു നിമിഷവും അവനെ കണ്ടു ഇരിക്കാൻ ആഗ്രഹം. ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചതാണ്.
ഇപ്പോൾ അവനിൽ നിന്നും ഒരു മോചനം വേണ്ട എന്ന് തോന്നുന്നു. അവൻ്റെ ഓർമ്മയിൽ അവൾ സമയം തള്ളി നീക്കി. ഗായത്രി ഭക്ഷണം റെഡിയാക്കുമ്പോഴാണ് അർജുൻ വന്നത്. അവൾ വേഗം ചായ ഇട്ട് അവൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് അർജുൻ ബാഗിലേക്ക് ഡ്രസ്സെല്ലാം എടുത്തു വെക്കുന്നത് കണ്ടത്. ഗായത്രി അത് കണ്ടു ആകെ അമ്പരന്നു. എങ്ങാട്ടാ പോകുന്നേ? ഓഫീസ് കാര്യത്തിന് ഒന്ന് കൽക്കത്ത വരെ പോകണം. അന്നത്തെ എൻ്റെ പെർഫോമൻസ് കണ്ടു മായ മാഡം എനിക്ക് തന്ന ആ ഡ്യൂട്ടി തന്നു. അപ്പോഴോ വരിക? ഒരാഴ്ച എന്തായാലും എടുക്കും. അവിടെ ചെന്നാലേ അറിയൂ. ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്തു വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഉള്ള വേർപാട്. അവൾ കാണാതെ കണ്ണുകൾ തുടച്ചു. അവനും വന്നോട്ടെ. അവനെ കാണാതെ ഇരിക്കാൻ കഴിയില്ല എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ ഗായത്രി അങ്ങനെ ചോദിച്ചു. അത് കേട്ട് അർജുൻ അവളെ നോക്കി ചിരിച്ചു. വേണ്ട, കുറച്ച് ദിവസമെങ്കിലും എൻ്റെ മുഖം കാണാതിരുന്നാൽ നിനക്ക് സന്തോഷം കിട്ടട്ടെ. അർജുൻ അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിച്ചു. പിന്നെ കുളിക്കാൻ കയറി. ഗായത്രി ബെഡിലിരുന്ന് കരഞ്ഞു. അവൾക്ക് തൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. അർജുൻ വരുന്നത് കണ്ട് അവൾ കണ്ണുകൾ തുറച്ചു. അർജുൻ ഡ്രസ് മാറി. ഗായത്രി അപ്പോഴൊക്കെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ് അർജുൻ ഗായത്രിയുടെ അടുത്ത് വന്നിരുന്നു. ഗായത്രിയുടെ കയ്യിൽ പിടിച്ചു. ഗായത്രി അവനെ തന്നെ നോക്കിയിരുന്നു. നിന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ല, വേറെ വഴിയില്ല. അർജുൻ ഒരു ബോക്സ് അവളുടെ കയ്യിൽ വെച്ചു. ഗായത്രി എന്താണെന്ന വിധത്തിൽ അർജുനെ നോക്കി. അവൻ അത് തുറന്നു കൊടുത്തു. ഫോണായിരുന്നു. അത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. എനിക്ക് തോന്നുമ്പോൾ വിളിക്കാനുള്ളതാണ്. ഇഷ്ടമില്ലെങ്കിലും എടുത്തു 4 ചീത്തയെങ്കിലും പറയുണ്ട്. അർജുൻ എഴുന്നേറ്റ് പോകാൻ നിന്നു. ഗായത്രിക്ക് ആ നിമിഷം സ്വയം എല്ലാം നഷ്ടമാവുന്നത് പോലെ തോന്നി. അവൾ ഓടി പോയി അർജുൻ്റെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചു. അർജുൻ ഒരു നിമിഷം പകച്ചു. ഗായത്രി കരഞ്ഞുകൊണ്ട് അവനെ ഇറുക്കി പിടിച്ചുകൊണ്ടേയിരുന്നു. അർജുൻ അവളെ എങ്ങനെയൊക്കെ വേർപ്പെടുത്തി അവൻ്റെ മുന്നിലേക്ക് നിർത്തി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് അർജുന് എന്തോ സങ്കടം തോന്നി. എന്തു പറ്റി? പനി മാറിയില്ലേ? ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഗായത്രി വീണ്ടും അവനെ കെട്ടിപ്പിടിച്ചു. അവളുടെ പെരുമാറ്റം അവനിൽ ഒരുപാട് സന്തോഷം നൽകി. അവളെ വാരി പുണർന്നുകൊണ്ട് അവനിൽ നിന്നു. പിന്നെ പതിയെ അവളെ അടർത്തി മാറ്റി അർജുൻ അവളുടെ മുഖം കയ്യിലെടുത്തു. അവളുടെ കണ്ണുകൾ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. ഗായത്രി അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ കോർത്തു. എത്ര നുകർന്നിട്ടും മതിയാവാനാകാതെ അവൻ കൂടുതൽ ആവേശത്തിൽ നുകർന്നു. ഗായത്രിയും മത്സരിക്കുകയായിരുന്നു അവനെ സ്നേഹിക്കാൻ. ഒടുവിൽ അവൻ്റെ കൈകൾ അവളുടെ ദേഹത്തിലൂടെ ചെയ്യാൻ തുടങ്ങി. അവളുടെ വയറിൽ അമർത്തി പിടിച്ചു അർജുൻ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് പാഞ്ഞു. ഗായത്രി ആകെ വിയർത്തു. അവളുടെ ശ്വാസം പോലും അവൻ്റേതാക്കി മാറ്റാൻ വേണ്ടി അവൻ കൊതിച്ചു. അർജുൻ്റെ ഫോൺ അടിച്ചപ്പോഴാണ് 2 പേർക്കും ബോധം വന്നത്. അർജുൻ ആഗ്രഹമില്ലാതെ അവളിൽ നിന്നും അടർന്നു മാറി. ഗായത്രി അവൻ്റെ ഷർട്ടിൽ നിന്നും പിടിവിടാതെ നിന്നു. എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒരുപാട്. ഞാൻ തിരിച്ചു വന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ കാത്തിരിക്കല്ലേ നീ എനിക്ക് വേണ്ടി? ഗായത്രി അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു. അർജുൻ അവളെ വാരിപ്പുണർന്നു. ഗായത്രിയുടെ സങ്കടം കണ്ടു അവനും ഒരുപാട് സങ്കടം തോന്നി. പെട്ടെന്ന് വരണം, എനിക്കുമുണ്ട് ഒരുപാട് പറയാൻ. ഏട്ടൻ്റെ നല്ല പാതിയായി ജീവിതം തുടങ്ങാൻ ഞാൻ കാത്തിരിക്കും. അവൾ അകന്നു മാറി. അവളുടെ നെറ്റിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അർജുൻ വേഗെടുത്തു പോയി. ഗായത്രി കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് മാളു വന്നു അവളെ സമാധാനിപ്പിച്ചു. ഗായത്രി കരഞ്ഞുകൊണ്ട് ബെഡിൽ കിടന്നു. അർജുൻ ഒരുപാട് സന്തോഷം തോന്നി. ഗായത്രി തന്നെ മനസ്സിലാക്കിയതിൽ, തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതിൽ. പക്ഷേ ഇപ്പോൾ തന്നെ ഒരു പിരിയർ ഉണ്ടായതിൽ ദേഷ്യവും. നിന്നെ കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണ്. അവിടെ നീ ഒറ്റയ്ക്ക് വേണ്ട, ഞാൻ തിരിച്ചു വരും. ഞാൻ തിരിച്ചു വരുന്നത് ഗായത്രി നിന്റെ പ്രണയം നിനക്ക് നൽകാനും എൻ്റെ പ്രണയം സ്വന്തമാക്കാനും. ഒരാഴ്ച കടന്നുപോയി. പക്ഷേ ഗായത്രിക്ക് അതിയുഗങ്ങളായിരുന്നു. അർജുൻ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം അവളുടെ ശബ്ദം കേൾക്കാൻ കൊതിച്ചു. അവരുടെ പ്രണയം അവർ പോലും അറിയാതെ പുറത്തു വന്നുകൊണ്ടിരുന്നു. ഇരുവർക്കും അത്രമാത്രം കാണാൻ ആഗ്രഹം തോന്നി. അർജുൻ ഒരാഴ്ച കഴിഞ്ഞിട്ടും വന്നില്ല. വിഷ്യൻ വന്നതുകൊണ്ട് വാസുകിയും ആളവും നാട്ടിൽ പോവാൻ നിന്നു. അവർ ഗായത്രിയെയും കൂടെ കൊണ്ടുപോയി. അർജുൻ്റെ അനുവാദത്തോടെ വീട്ടിൽ എത്തിയ ഗായത്രിക്ക് അർജുൻ്റെ മുറിയിൽ കയറിയതും ഹൃദയം വിങ്ങി. അവളുടെ ഓർമ്മകളിൽ അർജുനെ വെറുത്തുപോയ നിമിഷത്തെ പഴിച്ചു. കണ്ണുകൾ നിറഞ്ഞു വന്നത് തുടച്ചുകൊണ്ട് ഗായത്രി അർജുന് ഫോൺ വിളിച്ചു. ആദ്യത്തെ റിങ്ങിൽ തന്നെ അർജുൻ ഫോൺ എടുത്തു. നിന്നെ വിളിക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നീ വിളിച്ചു. ഗായത്രിയുടെ മറുപടി ഒന്നും കേൾക്കാത്തത് കണ്ടപ്പോൾ തന്നെ അർജുൻ അവൾ കരയുകയാണെന്ന് മനസ്സിലായി. എന്താടീ കരയുന്നേ? ഒന്നുമില്ല. ഏട്ടൻ എപ്പോഴാ വരിക? പെണ്ണെ, ഇനി കരഞ്ഞാലുണ്ടല്ലോ, ഞാൻ വന്ന ഉടനെ നിന്നെ കാരണം നോക്കിയൊന്ന് തരും. ഇത്രയും നാൾ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടുള്ള കരച്ചിലായിരുന്നു. ഇപ്പോൾ ഇഷ്ടം കൊണ്ട് കരയുന്നു. എനിക്ക് കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ എനിക്കോ? മായ മാഡം, എനിക്കിട്ട് നന്നൊരു പണിയാണിത്. ഇത് തീർത്തിട്ട് അതുവരെ ഒന്ന് കണ്ടു കഴിഞ്ഞ് നിന്റെ അടുത്തേക്ക് തന്നെയല്ലേ ഞാൻ വരിക. പിന്നെ എവിടെയും പോവില്ല. അർജുനോട് സംസാരിച്ചു. സമയം പോയതറിയാതെ അവർ അവരുടെ ലോകത്തായിരുന്നു. ഗായത്രി ആ വീട്ടിൽ മരുമകളല്ലായിരുന്നു, മാളുവിൻ്റെ കൂടെ പിറപ്പായി തന്നെ എല്ലാവരും കണ്ടു. ഒരുപാട് കൊതിച്ച ജീവിതം തനിക്ക് കിട്ടിയതിൽ അർജുൻ ഇല്ലാത്തത് അവളുടെ സങ്കടം കൂട്ടി. മാളുവിനൊപ്പം സമയം ചെലവഴിച്ചു. അവൾ സങ്കടങ്ങളെ മറക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ഗായത്രിയുടെ അവസ്ഥ മനസ്സിലാക്കി മാളു അവളുടെ കൂടെ തന്നെ നിന്നു. അന്ന് വൈകുന്നേരം മാളുവും ഗായത്രിയും കൂടെ അമ്പലത്തിൽ പോയി. എന്തോ ഗായത്രിക്ക് അന്ന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അർജുൻ നാളെ വരും എന്ന് പറഞ്ഞിരുന്നു. അവൾ നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മാളുവിനോടൊപ്പം നടക്കുകയായിരുന്നു. മാളു, എടി, നീ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? നിനക്ക് ആരെയോ ഇഷ്ടമാണെന്ന്. അതിന് അല്ല അമ്മ ഇന്ന് അച്ഛനോട് പറയുന്നത് കേട്ട് നിന്റെ കല്യാണം നടക്കാൻ സമയമായെന്ന്. അപ്പോൾ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ അമ്മ എന്നെ ഏൽപ്പിച്ചുണ്ടായിരുന്നു. ഇനി അത് നടക്കില്ല. ആരാ എന്ന് പറയടി. അത് പിന്നെ വേണ്ട മാളോ, നിന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അന്ന് നീ പറഞ്ഞതുപോലെ ഭാര്യ പറഞ്ഞ നിന്റെ ഏട്ടൻ കേൾക്കുണ്ടി. നീ അത് വിട്ടേ. മാളു ഒഴിഞ്ഞു മാറുന്നത് കണ്ടു ഗായത്രി അത് ആരായിരിക്കും എന്ന് ഊഹിച്ചു. പക്ഷെ അവളുടെ മനസ്സിൽ ആരും വന്നില്ല. അവൾ ഒന്നുകൂടി അവളുടെ ഇഷ്ടം അർജുനോട് പറയണം എന്ന് ഗായത്രി തീരുമാനിച്ചു. രാത്രി കിടക്കാൻ തുടങ്ങുമ്പോൾ ആണ് മാളുവിൻ്റെ ഫോണിലേക്ക് കാൾ വന്നു. അവൾ പുറത്തു പോയത്. ഗായത്രി കിടക്കാൻ തുടങ്ങുമ്പോൾ മാളു അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ഗായു, മയക്കോളുണ്ട്. ടെറസിൽ ഉള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവാടി. എൻ്റെ അജുവേട്ടൻ ഇപ്പോൾ വിളിക്കും, എന്നിട്ട് കൊണ്ടുവരാം. ഏട്ടൻ വിളിച്ചാൽ ഞാൻ എടുത്തോളാം, നീ പോ പ്ലീസ്. ഗായത്രി അവളെ തുറച്ചു നോക്കി മുകളിൽ പോയി. സാധാരണ മാളു എന്നെ കൊണ്ടൊന്നും ചെയ്യാറില്ല, ഇപ്പോൾ എന്താ ഇങ്ങനെ എന്നാലോചിച്ച് അവൾ തുണികൾ ഓരോന്നും എടുത്തു. പെട്ടെന്ന് അരയിൽ എന്തോ അരിക്കുന്നത് പോലെ തോന്നി. അവൾ പേടിയോടെ വച്ചു വെക്കാൻ തുടങ്ങിയതും അവളുടെ വാപ്പൊത്തി അവളെ ഭിത്തിയിൽ ചാടി നിർത്തി. പേടിച്ചു പോയ ഗായത്രി കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ കണ്ടു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അർജുന്. അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ ഇറുക്കി പുണർന്നു. വിശ്വാസമില്ലാത്തതുപോലെ മുഖത്തെ എല്ലാം തൊട്ടു. ഞാൻ തന്നെയാണടി നിന്റെ കണവൻ. ഗായത്രി അവൻ്റെ മുഖത്തെല്ലാം ഉമ്മകൾ കൊണ്ട് മൂടി. എത്ര പുണർന്നിട്ടും മതിയാവാത്തതുപോലെ അവൾ അവളുടെ സ്നേഹം അവനിൽ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ഏട്ടാ, എപ്പോഴാ വന്നേ? കാണാൻ എത്ര കൊതിച്ചു എന്നറിയോ? ഞാനും ഓടി വന്നത് അതിനല്ലേ. നിന്റെ സ്നേഹം കാരണം എങ്ങനെയോ എത്രയും ദിവസം തള്ളി നീക്കി എന്ന് എനിക്കേ അറിയൂ. അവളുടെ സ്നേഹത്തിൽ ലയിച്ചു അർജുനിൽ നിന്നു. ഒടുവിൽ ചുംബനവും ശ്വാസവും എല്ലാം ഒന്നായി മാറുമ്പോൾ ഉള്ളിലെ പ്രണയം എല്ലാം തുറന്നു പുറന്നു. പരസ്പരം മത്സരിച്ചു പ്രണയിക്കാൻ വേണ്ടി അവരുടെ ഹൃദയം മുൻപി. മാള് ചുമക്കുന്ന ശബ്ദം കേട്ടാണ് അവർ അവിടെ കണ്ടത്. അതേ, താഴെ വരുന്നില്ലേ? അതോ അവിടെ തന്നെയാണോ കിടക്കുന്നത്? അർജുൻ്റെ കൈ പിടിച്ച് ഗായത്രി താഴെ പോയി. അർജുനെ കണ്ട് വാസുകിയും വിശ്വനും അന്തം വിട്ടു. അല്ല, നീ എങ്ങനെ അകത്തു കയറി? അതച്ഛാ, ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി. വിശ്വൻ ചിരിച്ചുകൊണ്ട് ഗായത്രിയെ നോക്കി. ഗായത്രി മുഖം താഴ്ത്തി. അവരുടെ സ്നേഹം എന്നും നിൽക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. അർജുൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഗായത്രി അവന് എല്ലാം വിളമ്പിക്കൊടുത്തു. മാളവും വാസുകയും അവൻ്റെ അടുത്തിരുന്നു. പിന്നെ അജു, നീ വന്നിട്ട് വേണം പറയാൻ എന്ന് കരുതി. ഗായത്രി മോൾ തിരിച്ചു വന്ന ചെയ്യാൻ വേണ്ടി ഒരു വ്രതം നേർന്നിരുന്നു. നീ മോളെ അങ്ങോട്ട് കൊണ്ടുപോയത് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനി പോകുന്നതിന് മുന്നേ ചെയ്യണം. അതിനെന്താ, ചെയ്തു. അതിന് നീ കൂടെ സഹകരിക്കണം. വല്ല ശയനപ്രദക്ഷിണമാണെങ്കിൽ എന്നെ കിട്ടില്ല അമ്മേ, ആദ്യമേ പറഞ്ഞേക്കാം. അതൊന്നുമല്ല മോള്, 7 നാൾ വ്രതം എടുത്ത് ശുദ്ധിയോടെ ഇരിക്കണം, അത്രേ ഉള്ളൂ. അത് പറഞ്ഞതും അർജുൻ ഭക്ഷണം ചെന്നിയിൽ കയറി. ഗായത്രി അവന് വെള്ളം എടുത്തു കൊടുത്തു. ഇത് കണ്ടു മാളു ചിരിച്ചു. അർജുൻ ദയനീയ ഭാവത്തിൽ വാസുകിയെ നോക്കി. ഈ ചതി എന്നോട് വേണമായിരുന്നു അമ്മേ. പോടാ, ഇനി എൻ്റെ മക്കൾക്ക് സങ്കടം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതിലും വലിയ സങ്കടം ഇനി എന്താ? അർജുൻ ഗായത്രിയെ നോക്കി. ഗായത്രി വാപ്പൊത്തി ചിരിക്കുന്നത് കണ്ട് അർജുന് ദേഷ്യമായി. അവൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റ് പോയി. മാളുവും ഗായത്രിയും പൊട്ടിച്ചിരിച്ചു. അജു, നീ മുകളിൽ മുറിയിൽ കിടന്നു. ഗായത്രി മാളുവിൻ്റെ കൂടെയാണ് കേട്ടോ. അമ്മ ഇന്ന് തന്നെ തുടങ്ങണം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാൻ ഉള്ളതാണ്. നീ ഇനി ദേഷ്യപ്പെടാൻ നിൽക്കണ്ട. അല്ലെങ്കിലും ആലൻകായ പഴുക്കുമ്പോൾ കാക്കക്ക് വായ്പുണ്ടാവും. ചിരിക്കുന്ന ഗായത്രിയെ ദേഷ്യത്തിൽ നോക്കി അർജുൻ മുകളിൽ പോയി. ഗായത്രിക്ക് സങ്കടം തോന്നിയെങ്കിലും അർജുൻ്റെ കൂടെ ഉള്ള നിമിഷം ഓർത്ത് അവൾക്ക് നൽകിയ ടെൻഷൻ കുറഞ്ഞു. എങ്കിലും അർജുൻ എന്തെങ്കിലും കാട്ടി അടുത്തു വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു.